ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നാരീപൂജ ഭക്തിസാന്ദ്രമായി. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, സിഇഒ ലീഡ് ഡിസൈനർ ഓഫ് ഷീമാട്ടി ബീന കണ്ണന്റെ പാദം കഴുകി നാരീപൂജ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നാരീപൂജ ദർശന പുണ്യമായി. സ്ത്രീകളെ ദേവതാ സങ്കല്പമായി കരുതി ആചാരവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ദേവിക്ക് അഭിമുഖമായി ഇരുത്തി പാദം കഴുകി പൂജിക്കുന്ന ചടങ്ങാണ് നാരീപൂജ. ഇതിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പുലർച്ചെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നാരീപൂജ ചടങ്ങിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. 9:30 പ്രസിദ്ധമായ നാരീപൂജ ചടങ്ങ് ആരംഭിച്ചു. സിഇഒ ലീഡ് ഡിസൈനർ ഓഫ് ഷീമാട്ടി ബീന കണ്ണന്റെ പാദം കഴുകി പൂജിച്ച് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നാരീപൂജ ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി സിഇഒയുമായ ശ്രീമതി ബീന കണ്ണന്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് നാരീപൂജയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. വിളിച്ചു ചൊല്ലി പ്രാർത്ഥന രമേശ് ഇളമൻ നമ്പൂതിരി നിർവഹിച്ചു. ചക്കുളത്തമ്മ മാതൃസമിതി, തിരു ഉത്സവ കമ്മിറ്റി, മീഡിയ കൺവീനർ അജിത് കുമാർ പിഷാരത്ത് എന്നിവർ നേതൃത്വം നൽകി. അമ്മയായി ദേവിയായി ചക്കുളത്തുകാവിൽ അമ്മയായി വന്നു നിൽക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഈ ഭൂമിയിൽ എന്റെ ജന്മത്തിന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയും അനുഗ്രഹവും ആയി ആരോഗ്യം ഉള്ളിടത്തോളം എന്റെ മനസ്സിൽ നിലനിൽക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും സ്ത്രീ ആര് എന്ത് എന്ന് മനസ്സിലാക്കി സർവ്വ ഐശ്വര്യത്തോടുകൂടി സർവ്വ ദൃഢനിശ്ചയത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ മനസ്സിൽ ധാരാളം സങ്കടങ്ങളുണ്ട്, ധാരാളം വേദനകളുണ്ട്, ധാരാളം കുറവുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യ ജന്മം അല്ലെങ്കിൽ ഒരു സ്ത്രീ ജന്മം ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ശരി ഏത് തെറ്റെന്ന്. 26 രാവിലെ 9 കലശാഭിഷേകവും ഉച്ചകഴിഞ്ഞ് 3 കാവുഭാഗം തിരു ഏറങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയും നടക്കും. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകും. സമാപന ദിവസമായ 27 കാവടി കരകാട്ടവും ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കൊടി ഇറക്കവും തുടർന്ന് മഞ്ഞനീരാട്ടും നടക്കും. CDNet ന്യൂസ്, ഹരിപ്പാട്.